കഴിഞ്ഞ വർഷം കേരളത്തെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ദാരുണ മരണം. SFIക്കാരടക്കമുള്ള സീനിയർ വിദ്യാർത്ഥികളുടെ ഭയാനകമായ റാഗിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, പൈശാചികമായ ദേഹോപദ്രവത്തിൻ്റെ ഫലമായി ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയോ ആണ് ഉണ്ടായത്. വലിയ വിവാദമായി. നാട്ടിൽ വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. അതിനെ തുടർന്ന് അന്വേഷണം ഉണ്ടായി. അതിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി. ഇങ്ങനെ ഇവർക്ക് കുറ്റം ചെയ്യാനുള്ള സകല സൗകര്യങ്ങളും ഒത്താശകളും ചെയ്തു കൊടുത്ത വാർഡൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഡീൻ്റെ പേരിലോ ഒരു നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ അന്ന് ഈ ഉത്തരവാദിത്തം വഹിച്ചിരുന്ന ചാൻസലറുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പഹയന്മാരെ സസ്പെൻഡ് ചെയ്തു. പിന്നെയും വലിയ വിവാദങ്ങളുണ്ടായി. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചു. ഇവരൊക്കെ നെഞ്ചു വിരിച്ച് വീണ്ടും വഴിയിലിറങ്ങി നടക്കാൻ തുടങ്ങി. പാവം പിള്ളേരല്ലേ, പിണ്ണാക്കല്ലേ, പൈച്ചട്ടല്ലേ തിന്നോട്ടെ എന്ന ന്യായം അനുസരിച്ച് ഹൈക്കോടതി ഈ പൂക്കോടെന്ന് പുറത്താക്കപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വീടിൻ്റെ അടുത്തുള്ള മണ്ണൂത്തി വെറ്റിനറി കോളേജിൽ തുടർന്ന് പഠിക്കാനും പരീക്ഷ എഴുതാനുള്ള അനുവാദം നൽകി. മരിച്ചുപോയ സിദ്ധാർത്ഥൻ്റെ അമ്മ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്ത് അത് സ്റ്റേ ചെയ്യിച്ചിരിക്കുകയാണ്. അതാണ് അവിടെ നിന്നുള്ള വാർത്ത. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകൾ പിന്നെയും പുറത്തു. ഓണത്തിന് കോളേജ് അടച്ച ദിവസമാണ് ഇവിടെ എറണാകുളം ജില്ലയിൽ ആരക്കുന്നത്ത് ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ അതിഭയാനകമായിട്ട് പീഡിപ്പിച്ചത്. അതിന് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് മുളന്തുരുത്തി പോലീസ് കൂട്ടാക്കിയില്ല. കോളേജ് അധികൃതർ ഈ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി അഭിനന്ദിച്ചു. നിങ്ങൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട വനിതാ പ്രിൻസിപ്പളും മറ്റ് അധ്യാപകരും അവർക്ക് മോരും വെള്ളം മേടിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുത്തു. ഒരു ഫലം ഉണ്ടായില്ല, യാതൊരു ഫലവും ഉണ്ടായില്ല. അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ ഭാഗം പോലും കേൾക്കാതെ എന്തോ റിപ്പോർട്ട് എഴുതി അത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. വെന്തിട്ടില്ല, വേവുമ്പോൾ പുറത്തു പോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇനി അതിനും പുറകെയാണ് ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം ഫീസ് വാങ്ങിക്കുന്ന ഒരു വിദ്യാലയം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു വിദ്യാർത്ഥി താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. കാരണം സീനിയർ വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ തന്നെ റാഗിങ്ങാണ്. അതിനെക്കുറിച്ചും വളരെ നിറം പിടിച്ച പല കഥകളും നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് കരകയറുന്നതിന് മുമ്പാണ് സർക്കാർ നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത മാത്രമല്ല, ദൃശ്യങ്ങളുമുണ്ട്. ദൃശ്യങ്ങളില്ലായിരുന്നു നമ്മൾ വിശ്വസിക്കില്ല. ഹിറ്റ്ലറുടെ തടങ്കൽ പാളയങ്ങളെ നാണിപ്പിക്കുന്ന രീതി ഉള്ള പൈശാചികമായ ദേഹോപദ്രവം. ഹിറ്റ്ലർ ഇത് കണ്ടെങ്കിൽ നാണിച്ച് മൂക്കത്ത് തല താഴ്ത്തി നാടുവിട്ട് പോയത്. ഇത് കാണാതെ പുള്ളി ചത്തുപോയി. അത് ഭാഗ്യം. ജയറാം പടിക്കലിൻ്റെ കാലത്ത് കക്കയം ക്യാമ്പിലും മറ്റുമൊക്കെ നടമാടിയ പോലീസ് അതിക്രമങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് ആതുര സേവകന്മാരാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ. ഇവനൊക്കെ ഫ്ലോറൻസ് നൈറ്റിംഗലിൻ്റെ പേരിൽ അവാർഡുണ്ടാക്കി കൊടുക്കണം. അതിന് നേതൃത്വം കൊടുത്തത് ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് രാഹുൽ രാജാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. രാഹുൽ രാജ് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ CPM അനുഭാവ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ധീര സഖാവാണ്. ചെഗുവേരയുടെയും അതുപോലെ സ്റ്റാലിൻ്റെയൊക്കെ ആരാധകരാണ്. പിന്നെ ആർഷോയുടെ ഒക്കെ സഹപ്രവർത്തകരാണ്. MP രാജേഷിൻ്റെയും സ്വരാജിൻ്റെയൊക്കെ അത്യുത്തമ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഗുണ്ടായുസം നടന്നത്. അതുകൊണ്ട് ദേശാഭിമാനി പത്രത്തിന് യാതൊരു ആവേശവുമില്ല. മനോരമയിലും മാതൃഭൂമിയിലുമൊക്കെ ഈ നഴ്സിംഗ് കോളേജിലെ ഗുണ്ടായുസം പ്രധാന വാർത്തയായപ്പോൾ ദേശാഭിമാനി 10ാം പേജിലാണ് ഇതിന് സ്ഥലം കണ്ടെത്തിയത്. സ്ഥലപരിമിതി കാരണമാണ്. മറ്റു വാർത്തകൾ ധാരാളം ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നത്തെ വിഡ്ഢിത്തം ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലം ഉണ്ടെങ്കിലേ വാർത്ത കൊടുക്കാൻ പറ്റൂ. അങ്ങനെ സകല വാർത്തയും തീർന്ന് 10ാം പേജിലാണ് ഈ റാഗിങ്ങിൻ്റെ വാർത്ത കൊടുത്തത്. അത് ഏതൊക്കെ എഡിഷനിൽ വന്നിട്ടെന്ന് എനിക്കറിയില്ല. ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ മന്ത്രി രാജേഷ് കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ സംസാരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തെ വാളയാർ കേസുമായിട്ട് ബന്ധപ്പെടുത്തി ചില കുബുദ്ധികൾ ഇദ്ദേഹത്തിൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്താൻ ശ്രമിച്ചു എന്ന രീതിയിൽ, അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമല്ല എന്ന രീതിയിലാണ് മൂപ്പലാൻ പ്രതികരിക്കുന്നത് കേട്ടത്. അപ്പോൾ ഈ കയറിപ്പോകുന്ന കുരങ്ങിന് ഏണി വെച്ച് കൊടുക്കാമെന്ന് പറയും. ആ പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആർഷോയെ പോലെയുള്ള ധീര വിപ്ലവകാരികളാണല്ലോ ഇപ്പോൾ വിദ്യാർത്ഥി രംഗത്ത്
ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും സഖാവ് രാഹുൽ രാജിന് വലിയ ഭാവിയുണ്ട്. അദ്ദേഹം പോലീസിലാണ് ചേർന്നെങ്കിൽ ജയറാം പഠിക്കലെങ്കിലും ആകുമായിരുന്നു. ഇപ്പോൾ നേഴ്സിംഗ് രംഗത്തായതുകൊണ്ട് ഇയാളൊക്കെ പരിചരിക്കുന്ന പാവപ്പെട്ട രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇനി SFIക്കാരായിരുന്നോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി നഴ്സുമാരെക്കുറിച്ചുള്ള പശ്ചാത്തല വിവരം കൂടി നേടിയതിന് ശേഷമേ നമ്മൾ ആരെങ്കിലും ബന്ധുക്കളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഇതുപോലെയുള്ള പൈശാചിക സ്വഭാവമുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ പരിചരിക്കാൻ വരുന്നത്. അവരെന്തൊക്കെ അതിക്രമമാണ് ചെയ്യാൻ നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. ഏതായാലും സർക്കാരിനും ഈ വിപ്ലവ സംഘടനയ്ക്കും വിപ്ലവ പാർട്ടിക്കും വിപ്ലവ പത്രത്തിനുമൊക്കെ എല്ലാ നിലയ്ക്കും യോജിച്ച ആളുകൾ തന്നെയാണ് നേഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവർക്കൊക്കെ വലിയ ഭാവിയുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും ജനറൽ ടോജോയും ഒക്കെ നാണിച്ചു പോകും. ജയറാം പഠിക്കലുണ്ടായിരുന്നെങ്കിൽ പുള്ളി ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ പഠിക്കൽ ടീമിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരും നാണിച്ചു പോകും. കാരണം പോലീസുകാർക്ക് ആളെ കൊല്ലാനുള്ള അധികാരം ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നവർ ജീവനോടെ തിരിച്ചു വന്നാൽ ഭാഗ്യം എന്ന് വീട്ടുകാർ വിചാരിച്ചിരുന്ന കാലമാണ്. ഒന്നാമത് പോലീസാണ്, രണ്ടാമത് അടിയന്തരാവസ്ഥയാണ്. ഇവിടെ അടിയന്തരാവസ്ഥയില്ല, ഒരു അവസ്ഥയും ഇല്ല. എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതികളുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, കേന്ദ്രത്തിൽ ബോഡിയുണ്ട്, സംസ്ഥാനത്ത് പിണറായി വിജയനുണ്ട്. പിന്നെ എന്താണ്, അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന റിയാസിനെ പോലെ, സ്വരാജിനെ പോലെ, രാജേഷിനെ പോലെയുള്ള ധീര സഖാക്കൾ നേതൃത്വം കൊടുക്കാനുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഈ മാതിരി ഗുണ്ടായുസം നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ റഷ്യയിലും അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്തായിരിക്കും നടന്നിരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ 9ാം വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ തൊപ്പിയിലെ ഒരു കാക്കത്തൂലുകൂടിയായി എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഈ വിദ്യാർത്ഥികളെ തൽക്കാലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ മുഖം പൊത്തിക്കൊണ്ട് പോലീസ് വണ്ടിയിൽ പോയി കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. നിങ്ങൾ മുഖം പൊത്തിക്കൊണ്ട് പോകേണ്ടവരല്ല, നിങ്ങൾ തല ഉയർത്തി നെഞ്ചു പിരിച്ച് അഭിമാനബോധത്തോടി പോലീസ് വണ്ടിയിൽ പോകേണ്ടവരാണ്. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് കിട്ടുന്ന ഒരു പാരിതോഷികമായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം ഇതൊക്കെ ചെയ്യാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ പിണറായി ഭരിക്കുന്ന കാലത്ത് SFIക്കാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകർക്കും ഉണ്ട്. ആ അഭിമാനബോധത്തോടി ധീര സഖാക്കളെ നിങ്ങൾ തൽക്കാലം ജയിലിലേക്ക് പോവുക. തിരിച്ചു വരുമ്പോൾ യാതൊന്നും പേടിക്കണ്ട. പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി സഖാവ് റസലിൻ്റെ നേതൃത്വത്തിൽ, മിക്കവാറും സഖാവ് വാസവൻ്റെ നേതൃത്വത്തിൽ രക്തഹാരങ്ങളുമായി ജയിലിൻ്റെ പടിക്കൽ സഖാക്കൾ കാത്തുനിൽപ്പുണ്ടാവും. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, പിന്നെ കള്ളം പറയരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.